ഫസ്മിനയുടെ ഗുണ്ടായിസം ലല്ലു എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂ പാർട്ട് 1 അതാണ് നിങ്ങൾ കാണാൻ പോകുന്ന സുഹൃത്തുക്കളെ. അതായത് കാത്തിരുന്ന ആ വിരാമങ്ങൾക്ക് ഒരു വിരാമം കുറിച്ചുകൊണ്ട് നമ്മുടെ ലല്ലൂഫി വന്നിരിക്കുകയാണ് രംഗത്ത് സുഹൃത്തുക്കളെ. ഈ ലൂപ്പ് നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാവുന്ന എനിക്ക് അറിയത്തില്ല. അറിയാത്തവരൊന്നും അറിഞ്ഞേക്ക്. ഫസ്മിന സഗീർ അതായത് ആരുമില്ല, ഒരു പെണ്ണ്. അടുത്ത് ലല്ലൂഫി അതായത് ഫസ്മിനയുടെ എക്സ് ഹസ്ബൻഡ്. അടുത്ത് സഫ, മെഹനാസ്, പിന്നെ നജി. ഇപ്പൊ ഓരോരുത്തമ്മ ഓരോ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും നമുക്ക് വച്ച് താമസിപ്പിക്കേണ്ട, നമുക്ക് ആ എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂ പാർട്ട് 1 കാണാം. ഞെട്ടിക്കുന്ന കുറെ വെളിപ്പെടുത്തലുകളും കുറെ തെളിവുകളും ഒക്കെയാണ് വരാൻ പോകുന്ന സുഹൃത്തുക്കളെ. കുറെ നാളുകളുണ്ട് ലല്ലൂഫി വരൂ, ലല്ലൂഫിക്ക് എന്താണ് പറയാനുള്ളത് എന്നായിരുന്നു നമ്മുടെ വെയിറ്റിംഗ്. കാരണം ഇത്രയും ആരോപണങ്ങൾ അവന്റെ നെഞ്ചത്തോട്ട് വന്നിട്ട് ഒരു അക്ഷരം മിണ്ടാണ്ട് കയറി ഒളിച്ചിരിക്കുകയായിരുന്നു. ഇപ്പോഴാണ് ആശാൻ ഒന്ന് ചടപുടം എണീറ്റത്. അപ്പൊ 2 പൂട താഴെ വീഴുന്ന് പോയതല്ലാണ്ട് ഒരു തേങ്ങ ഉണ്ടായിട്ടില്ലായിരുന്നു. ഞാൻ ഒരു കാര്യം പറയാം, ആദ്യമേ തന്നെ പറയാം, എല്ലാം ഈ ഒരു ലൂപ്പിൽപ്പെട്ട എല്ലാം ഉടായ്പകളാണ്. ഇത് മനസ്സിൽ നിങ്ങൾ വച്ചും കൊണ്ട് വേണം ഈ ഒരു വീഡിയോ നിങ്ങൾ കാണാൻ. സത്യമുള്ള കാര്യം പറയാം, അതായത് ഒന്നിനും മെച്ചപ്പെട്ട ഉടായ്പകൾ ഒരുമിച്ച് കൂടിയാൽ എങ്ങനെ ഇരിക്കും? ഒരു പ്രത്യേക യൂണിവേഴ്സാണ്. നാണം കെട്ട് നാറിയാലും പൈസ ഉണ്ടാക്കിക്കൊണ്ട് റീച്ച് ഉണ്ടാക്കിക്കൊണ്ട് 10 പൈസ ഉണ്ടാക്കിക്കൊണ്ട് പോയാൽ മതിയെന്ന് ചിന്തിക്കുന്ന കുറെ ഊളക്കൂട്ടങ്ങൾ ചേർന്നിട്ട് അവിടെ ഇവിടെ ഇരുന്നും കൊണ്ട് ഉടായ്പകളും അവരായത്തനങ്ങളും വിളിച്ചു പറഞ്ഞ് കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി അടിച്ച് അവിധം നിക്കർ പൊക്കി, ഷെഡി പൊക്കി, ബാഡി പൊക്കി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഓരോന്ന് കാട്ടിക്കൂട്ടിക്കൊണ്ട് ചെയ്യുന്ന ഒരു കോപ്പറായം നമുക്ക് എന്തായാലും കാണാം. വച്ച് താമസിപ്പിക്കേണ്ട, നിങ്ങളെ ഞാൻ ബോറടിപ്പിക്കുന്നില്ല. സാധാ പെൺകുട്ടികളും ആഗ്രഹമൊന്നുമല്ല, ഇവിടെ മാനിപ്പുലേറ്റ് ചെയ്ത് ഓരോരുത്തർ കയ്യിലെടുക്കാൻ നമുക്ക് നല്ല കഴിവുണ്ട്. അതായത് ലല്ലൂഫി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ പെൺകുട്ടിയല്ല, ഇത് മറ്റേ സിനിമയിൽ ഇൻട്രൊഡക്ഷൻ കൊടുക്കുന്ന പോലെ ആയിപ്പോയില്ല. അതായത് ഫസ്മിനെ പറ്റിയിട്ടാണ് പറയുന്നത്. സാധാരണ പെൺകുട്ടികളെല്ലാം മാൻപുലായിട്ട് ചെയ്തിട്ട് മറ്റേ കയ്യിലെടുക്കാൻ കാലിലെടുക്കാനും ഒക്കെ പറ്റുമെന്നാണ് പറയുന്നത്. വായിൽ അതല്ല, കയ്യിലെടുക്കുന്ന കാര്യമാണ് പറഞ്ഞത്. എന്റെ ഫ്രണ്ടിനെ തട്ടിക്കൊണ്ടുപോയ ടൈമില് ഇവര് രണ്ടാളും ഒരുമിച്ചുണ്ട്. അവളാണ് മെഹനാസ് എന്റെ ഫ്രണ്ടിനെ അടിക്കുന്ന ടൈമില് ഫസ്മിനെ വീഡിയോ എടുക്കണം. മെഹനാസ് എന്റെ ഫ്രണ്ടിനെ അടിക്കുന്ന സമയത്ത് ഫസ്മിനെയാണ് വീഡിയോ എടുക്കുന്നത്. അതായത് ഈ നാച്ചി ആർക്ക് ഓക്കെ മെഹനാസ് ആണ് നാച്ചി അടിച്ചപ്പോഴാണ്, നാച്ചി അടിച്ച സമയത്ത് ഫസ്മിനാണ് വീഡിയോ എടുത്തത്. വാവ്, അമേസിംഗ് സ്പൈഡർമാൻ, ഒന്നും പറയാനില്ല. സ്പഷ്ട് പെട്ടെന്ന് നിക്കായിക്കാളും മെയിൻ റീസൺ പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞിട്ടായിരുന്നു. അങ്ങനെ ഉണ്ടായിരുന്നു. ശരി, പ്രഗ്നന്റ് ആയിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ പ്രഗ്നന്റ് ആയിരുന്നു, പക്ഷെ ഞാനാണോന്ന് എനിക്കൊരു ഉറപ്പില്ല. ഓ മൈ ഗോഡ്, ഫസ്മിന ഈസ് പ്രഗ്നന്റ് ബട്ട് ലല്ലൂഫി സെഡ് ഹി ഈസ് നോട്ട്. ഓ ലല്ലൂഫി, നിനക്ക് ഉറപ്പില്ല, എന്തുവാടാ അത്? അതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലായില്ലല്ലോ. അപ്പൊ നീ ഉത്തരവാദിയല്ലേ? പത്തറ്റിക് സിറ്റുവേഷൻ. ഇതിന്റെ ഇടയിൽ മറ്റേ മൊണ്ണ പ്രജീഷില്ലേ, അവൻ ഈ മെഹനാസുമായിട്ട്, മെഹനാസ് അല്ലല്ലോ സഫയുമായിട്ടൊരു റീലൊക്കെ ഇട്ടിട്ടുണ്ട്. അടുത്ത് എന്ത് വലുതാണെന്തോ അവന് വരാൻ പോകുന്നത്. കാരണം രേണുവിൻ്റെ കൂടെ നടന്ന് അവൻ കയറിപ്പോയി അവന്റെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കേണ്ട സിറ്റുവേഷൻ എത്തി. അവൻ അതൊന്നും പോരാഞ്ഞിട്ട് ഇപ്പം സഫയുമായിട്ട് അടുത്ത റീല്. എന്തൊക്കെ കാണണമെന്തോ, എന്തുവാടാ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന കൈയും കാലും പറയണേ എനിക്ക്. അവൾക്ക് ഒരാളെ ഒതുങ്ങാൻ അവൾക്ക് പറ്റത്തില്ല. ഓ അയ്യോ, സായിയുടെ വീഡിയോ കയറി വന്നു കോപ്പ്. വല്ല ആവശ്യം ഉണ്ടായിരുന്ന പരസ്യം കയറി വന്ന്. അതായത് അവൾക്ക് ഒരാളിൽ ഒതുങ്ങാൻ പറ്റില്ല എന്നാണ് നമ്മുടെ ആര് പറയുന്നത്? ലല്ലൂഫി പറയുന്നത്. ലല്ലൂഫിയുടെ പറച്ചിലാണ് ഇത് ഏറ്റവും വലിയ പറച്ചിൽ. ഓക്കെ, ഇവിടെ മാനിപ്പുലേറ്റ് ചെയ്ത് ഓരോരുത്തർ കയ്യിലെടുക്കാൻ നമുക്ക് നല്ല കഴിവുണ്ട്. എന്റെ ഫ്രണ്ടിനെ തട്ടിക്കൊണ്ടുപോയ ടൈമില് ഇവര് രണ്ടാളും ഒരുമിച്ചുണ്ട്. അവളാണ് മെഹനാസ് എന്റെ ഫ്രണ്ടിനെ അടിക്കുന്ന ടൈമില് ഫസ്മിനെ വീഡിയോ എടുക്കണം. ഓ ബിജിഎം ഒക്കെ കയറ്റി വിട്ടിട്ടുണ്ട്. സത്യം പറയാലോ, എന്തോന്നടേ ഇത്? ഇതിനെയൊക്കെ ആരെങ്കിലും ഒന്ന് മടൽ വിട്ട് അടിച്ച് ഓടിച്ചു വിടറേ. എന്തോന്നടേ ഇതൊക്കെ? കുറെ എണ്ണം മെഹനാസ്, സഫ, മറ്റത് മറിച്ചത്, കോലാണ്ടി, മറ്റവന്റെ ഷഡ്ഡി, ലല്ലുവിന്റെ ഷഡ്ഡി, മറ്റവന്റെ തോർത്ത്. അവസ്ഥ എന്തുവാടോ? ഇതാണ് വ്യൂവർഷിപ്പാ ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടുന്നത് കാണാൻ. ലക്ഷക്കണക്കിന് ആൾക്കാർ. പെട്ടെന്ന് നിക്കായിക്കാളും മെയിൻ റീസൺ പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞിട്ടായിരുന്നു. അങ്ങനെ ഉണ്ടായിരുന്നു. ശരി, പ്രഗ്നന്റ് ആയിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ പ്രഗ്നന്റ് ആയിരുന്നു, പക്ഷെ ഞാനാണോന്ന് എനിക്കൊരു ഉറപ്പില്ല. അവൾക്ക് ഒരാളെ നീ ഇത് നേരത്തെ പറഞ്ഞല്ലേ? സോറി കേട്ടോ, കണ്ടുകഴിഞ്ഞാ ഞങ്ങൾ തമ്മിൽ ബന്ധമുണ്ട്. അത് എന്താണ് ഇത്? ഒരു ഉദ്ദേശിക്കുന്ന കാര്യം എന്താ? ആക്ച്വലി ബൈപോളർ ഉണ്ട്. 2020 ഫുള്ള് ട്രീറ്റ്മെന്റ് എടുത്താ കോളഞ്ചേരി ഹോസ്പിറ്റലിൽ 2 വർഷം തുടർച്ചയായിട്ട് ട്രീറ്റ്മെന്റ് എടുക്കണമെന്നുണ്ടെങ്കിൽ അത് എത്രത്തോളം ഇതേക്ക് എന്നിട്ട് ഇപ്പോഴും അതിന് മെഡിസിൻ ഉണ്ട്, പക്ഷെ അവള് കേൾക്കത്തില്ല. കോളഞ്ചേരി ഹോസ്പിറ്റലിലോട്ടാണ്. ഇതാണ് കോളഞ്ചേരി ഹോസ്പിറ്റല്. ഇതിലോട്ട് ഞാൻ ഇപ്പൊ വിളിക്കാൻ പോവാണ്. അവിടുന്ന് തന്നെ ആർക്കാണ് അസുഖം, ആരാ ട്രീറ്റ്മെന്റ് എടുത്തെന്ന് പറയും. ഫസ്മിന സാക്കിർ.
ഏത് ഡോക്ടറിനെ കാണാനായിരുന്നു? നമ്മള് അവിടെ മുൻപ് ട്രീറ്റ്മെന്റ് എടുത്തായിരുന്നോ ജസ്റ്റ് ചെക്ക് ചെയ്യോ മറ്റേ സൈക്യാട്രിയിലെ ശാന്ത ഡോക്ടറിനെ കണ്ടിട്ടുണ്ട്, ശ്രീജ ഡോക്ടറിനെ കണ്ടിട്ടുണ്ട്. ഏത് ഡേറ്റിലാ? എല്ലാവർക്കും നമസ്കാരം. എന്തോന്നല്ലേ അപ്പം സമയമെങ്കിൽ ഞാൻ പോവാം, അല്ലാണ്ട് ഞാൻ ഇപ്പം എന്താ പറയാ, എനിക്കൊന്നും പറയാനില്ല. എന്തോ വലിയ സംഭവം അവരുടെ യൂണിവേഴ്സിൽ നടക്കുന്നുണ്ട്. നമ്മോടൊപ്പം ഉള്ളത് മുഹമ്മദ് സെബിലാണ്. നമസ്കാരം. ഇപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ട് കേട്ടോണ്ടിരിക്കുന്ന ഒരു പേരാണ് മുഹമ്മദ് സെബിലിന്റെ ലല്ലു എന്ന് പറയുന്ന നമ്മൾ ഇടയ്ക്കിടെ പേരുകൾ ഇങ്ങനെ കേൾക്കുന്നുണ്ട് ഫസ്മിന സഫ ഇഷ്യൂല്. ഇപ്പൊ ഈ അടുത്ത് തന്നെ ഒരു വലിയൊരു കംപ്ലൈന്റ്. മതി ഇവന്റെ ഇൻട്രൊഡക്ഷൻ കേട്ട് കഴിഞ്ഞാൽ എനിക്കേ കരി വരും. അതൊന്നും കേട്ട് സമയം കളയണ്ട. നമുക്ക് നേരെ കുറച്ചുകൂടി ഇങ്ങോട്ട് പോവാം. ഇങ്ങോട്ട് പോയാൽ എന്തെങ്കിലുമൊക്കെ കേൾക്കാൻ പറ്റൂ. പറയടാ. അറിയത്തില്ല. ഇവളെ റൂമിന്റെ അവിടേക്ക് ഞാൻ പോയിട്ടില്ല എന്ന് ഞാൻ പറയുന്നില്ല, പോയിട്ടുണ്ട്. പോവാനുള്ള സാഹചര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ബാഗ് എന്റെ ഫ്രണ്ട് ഇല്ലേ ഇവന്റെ കയ്യിൽ ഞാൻ കൊടുത്തായിരുന്നു. അവന് നേരെ അവിടെ ഊബർ ഓടുന്നോണ്ട് നമ്മളെ പ്രൈവറ്റ് സാധനങ്ങൾ വണ്ടിയിൽ വെക്കാൻ പാടില്ല. കുട്ടാ, നീ നല്ലവനാവാൻ നിക്കല്, നല്ല പിള്ള ചമയാൻ നിക്കരുത്. നീയും കണക്കാ, അവളും കണക്കാ, മറ്റവളും കണക്കാ, മറ്റവനും കണക്കാ, മറ്റവനും കണക്കാ, എല്ലാം കണക്കാണ്. ഇതിൽ നമ്മളില്ല. നമ്മൾ സൈഡിൽ ഇരുന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നാൽ മതി. നമ്മളില്ല, ഞാനില്ല, ഞാൻ ഈ കളിയിലേ ഇല്ല. ഞാൻ ഇങ്ങനെ സൈഡിൽ നിന്ന് നോക്കിക്കൊണ്ടിരിക്കും. നിങ്ങൾ എന്റെ കൂടെ ഇരുന്ന് കണ്ടാൽ മതി കേട്ടോ പ്രേക്ഷകരെ. ഒന്നുമില്ല, വെറും ഉടായ്പകളാണ്. ഒരു കൂട്ടം ഉടായ്പകൾ ചേർന്ന് സോഷ്യൽ മീഡിയയിൽ ഒരടി, അത്രേ ഉള്ളൂ. ദിവസം പരാതി കൊടുത്താൻ വിചാരിച്ചിട്ട് അവള് വീട്ടിൽ വെച്ചായിരുന്നു. ഇവൻ നേരെ എന്ത് ചെയ്തു, എന്റെ ടീഷർട്ട് എടുത്തിട്ട് അവളെ പാന്റീസിന്റെ അടുത്ത് വെച്ചിട്ട് ക്ലിപ്പ് ഇട്ടേക്കുക. ഇതൊക്കെ ഫോട്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. ഇത് ആരെങ്കിലും അങ്ങനെ ഇതാക്കുവോ, വാഷ് ചെയ്തിട്ട് അങ്ങനെ ഡ്രസ്സ് ആരെങ്കിലും വെക്കുവോ? അങ്ങനത്തെ വീഡിയോ കണ്ടു. പിന്നെ അതേമാതിരി തന്നെ ഈ ന്യൂസ് കേട്ടതിന് ശേഷം ഞാൻ ഇവളായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് ഞാൻ കേസ് കൊടുക്കാൻ പോകുന്നുണ്ട്. അപ്പൊ അവള് കേസ് ഓൾറെഡി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ആലുവ സ്റ്റേഷനിൽ ഫസ്റ്റ് കേസ് കൊടുത്തു. ഈ സൈബർ സെല്ലിൽ പോയിട്ട് കേസ് കൊടുത്തു. ഇങ്ങനെ എന്നെ പറ്റിയിട്ട് ഇല്ലാത്ത റൂമേഴ്സ് യൂട്യൂബിലും ഇതിലൊക്കെ ഉണ്ട്. അപ്പോൾ സാർമാർ ലിങ്ക് എടുത്തിട്ട് വിട്ടു. ഇത്രയും നല്ലവനായിരുന്നു നമ്മൾ ലല്ലൂഫി. അവനെ പറ്റിയിട്ട് ഇല്ലാത്ത റൂമേഴ്സ് ആണ് പറഞ്ഞുണ്ടാക്കി വിട്ടേ. എടേ നീയും കണക്ക്, ഉള്ള കാര്യം പറയാല്ലേ, നീയും കണക്ക്. എന്നിട്ട് വലിയ ന്യായീകരണം. നീ വിവിയുടെ അടുത്തൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, വേറെ ഒന്നുമില്ല. ഇവള് ഫസ്മിന നിനക്കെതിരെ വീഡിയോ ഇട്ടുകൊണ്ടിരുന്ന സമയത്ത് ഇപ്പുറത്തെ റൂമിൽ നീ ഉണ്ടായിരുന്നു. അപ്പൊ അതിനർത്ഥം നിങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു സാധനമാണെന്ന് നീ തന്നെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. ആ സ്ഥിതിക്ക് നീ ഇവിടെ വന്നിട്ട് നാടകം ഇറക്കല്ലേ. അതാണ് ഞാൻ ആദ്യമേ പറയുന്നത്. ഇവരെല്ലാരും കൂടി ചേർന്നിട്ടുള്ള ഒരു പ്ലാനിങ് ആണ്. ഇവർ തന്നെ സോഷ്യൽ മീഡിയയിൽ ഒരു ഫൈറ്റ് പരസ്പരം ക്രിയേറ്റ് ചെയ്ത് ഉണ്ടാക്കിപ്പിച്ചിട്ട് ഒരു റീച്ചും ഒരു ഫെയിമും വീണ്ടും ലൈം ലൈറ്റിൽ നിന്നുകൊണ്ട് ഒരു കുറെ പൈസ ഉണ്ടാക്കിയിട്ട് പോകാൻ വേണ്ടി കാണിക്കുന്ന ഒരു പൊറാട്ട് നാടകം. അതിന്റെ അപ്പുറം ഒന്നുമില്ല. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. കാരണം ഇവൻ വിവിയെ വിളിച്ചിട്ട് പറഞ്ഞിട്ടുള്ള കാര്യം എനിക്കറിയാം. വിവിയെ അടുത്ത് അവൻ പറഞ്ഞതാണ് ഇങ്ങനെയാണ് സംഭവം. വസ്മിന ഇവനെ പറ്റിയിട്ട് കുറ്റം പറഞ്ഞ ആദ്യം ഈ വിഷയം തുടങ്ങി അവളെ ചാനൽ ഇവള് ബിൽഡപ്പ് ചെയ്ത് എടുത്തുകൊണ്ട് വന്ന സമയത്ത് ഇവനെ കുറിച്ചിട്ട് ഇവൻ അവീതം ഉണ്ടെന്നും ഇവൻ അവരാതി മോനാണെന്നും അവൾ പറയുന്ന സമയത്ത് ഇപ്പുറത്തെ റൂമിൽ ഇവനുണ്ടെന്ന് ഇവൻ വീടെടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇവര് ഇതെല്ലാം പ്ലാൻ ചെയ്തിട്ട് ഇടുന്ന സാധനമാണെന്ന് നേരത്തെ ഉള്ള സംഭവമാണ്. എന്നിട്ട് അതിന്റെ ഇടയിലാണ് ഇപ്പോൾ വലിയ വിഷയങ്ങൾ ഉണ്ടാക്കുന്നത്. ഇപ്പൊ സഫ നേരെ റീൽസ് എടുക്കാൻ പോകണ്ട, പ്രതീക്ഷയായിട്ട് റീൽസ് എടുക്കുന്നു. ഇത് മനഃപൂർവ്വം ക്രിയേറ്റ് ചെയ്തതാണ്. ഇതിന്റെ ഇടയിൽ വിഡ്ഢികളാവുന്ന ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഓഡിയൻസ് ആണ്. ഇവരെയൊക്കെ വിശ്വസിച്ച് അയ്യോ ഫസ്മിനാണ് ശരി, അല്ലോ ലല്ലുവാണ് ശരി, അല്ലോ സഫയാണ് ശരി, അങ്ങനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഇവരെയൊക്കെ വിശ്വസിച്ച് വീഡിയോ ഇരുന്ന് കാണുന്ന കുറെ മൊണ്ണകളുണ്ട്. അങ്ങനെ തന്നെ ഞാൻ പറയും. അവരാണ് വിഡ്ഢികൾ. ഇതെല്ലാം ഉടായ്പകളാണ്, പക്ക ഉടായ്പകളാണ്. അത് ഞാൻ ഇപ്പൊ പറയുമ്പോൾ മനസ്സിലാവത്തില്ല. നീ പോടാവുകളെ എന്ന് പറയും. പക്ഷെ കുറച്ച് ദിവസം കഴിയുമ്പോൾ നിനക്കൊക്കെ മനസ്സിലാവും. അന്ന് നമ്മൾ പറയുന്നത് കണക്ട് ആവും. അതുവരെ വെയിറ്റ് ചെയ്യാം. കാരണം ലല്ലു വീടെടുത്ത് വിളിച്ച് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അതായത് ഇവനെ ഇപ്പുറത്തെ റൂമിൽ ഇരുത്തിക്കൊണ്ടാണ് ഇവനെ കുറിച്ച് കുറ്റം പറഞ്ഞ് അപ്പുറത്തെ റൂമിൽ നിന്ന് അവള് വീഡിയോ ഇടുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം നിങ്ങളൊന്ന് ആലോചിച്ചു. അത് എവിടെ പോയി ഇടിച്ചിരിക്കുന്ന കാര്യമാണെന്ന് ആലോചിച്ചു. എന്നിട്ട് വന്നിട്ട് ഉടായ്പളം കാണിച്ച് നാട്ടുകാരെ കണ്ണി പൊടിയിട്ടിട്ട് പറ്റിച്ച് നിങ്ങളൊക്കെ പറ്റിക്കേടേ. നമ്മുടെ ഈ വീഡിയോക്ക് വ്യൂവർഷിപ്പ് കാണത്തില്ല, അതെനിക്കറിയാം, കൺഫേമാണ്. പക്ഷെ നിങ്ങളെ പറ്റിക്കുകയാണ്. നാട്ടുകാരെ പറ്റിച്ചുകൊണ്ടാണ് ഇവളും ഇവനും അവനും അവളും മറ്റവളും എല്ലാം കൂടി വീഡിയോ ഇടുന്നത്. അതാദ്യം മനസ്സിലാക്കണം. ഇന്നലെ നാളെ അത് തെളിയും. ഞാൻ ചുമ്മാ പറയുന്നല്ല, ചുമ്മാ എന്റെ മുഖം വെച്ച് പറയുന്നല്ല. ഞാൻ അറിഞ്ഞ കാര്യമാണ്. വിവി എൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞ കാര്യമാണ്. അതുകൊണ്ടാണ് പറയുന്നത്. വേണ്ടി പറഞ്ഞു. സാർമാർക്ക് ലിങ്ക് വിട്ടുകൊടുത്തു. അല്ലാതെ ഞാനും ഇവളും തമ്മിൽ മുൻപ് ഒരു പരിചയമോ ഒരു ബന്ധമോ കാര്യങ്ങളൊന്നുമില്ല. എന്റെ ഫ്രണ്ട് ഇവളെ വണ്ടി ഓടിക്കണമെന്ന കാര്യം മാത്രമല്ല. അല്ലാതെ ഞാനും ഇവളും തമ്മിൽ യാതൊരു തരത്തിൽ ബന്ധമില്ല. അങ്ങനെ ഞാൻ എന്റെ സ്റ്റേഷനിൽ പോയിട്ട് ഫോൺ എടുക്കാൻ ഏൽപ്പിച്ചാണ്. എന്തെങ്കിലും ചാറ്റ് കിട്ടാന്ന് നീ കിട്ടിക്കോട്ടെ വിചാരിച്ചു. ഇവർ പലതും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ ഇവളായിട്ട് ഒരു ബന്ധമില്ല. പിന്നെ എന്റെ ഫ്രണ്ട് ആ വണ്ടി റെന്റിനെടുത്ത വണ്ടിയാണ്. ആ വണ്ടിയിൽ ഞാൻ അവന്റെ കൂടെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് അവന്റെ കൂടെ എങ്ങോട്ടും പോകുന്നുണ്ടെങ്കിൽ അത് വീഡിയോ എടുത്ത് ഞാൻ സഫയുടെ വണ്ടിയിൽ പോകുന്നത് എന്തെങ്കിലും അർത്ഥം പോയില്ലേ. എന്റെ ഫ്രണ്ട് റെന്റിനെടുത്ത സാധനം. ഓക്കെ, ഇപ്പൊ സഫയായാലും മെഹനാസ് ആയാലും പറയുന്നത് എന്താ, ലല്ലുവിന്റെ ഉടായ്പകൾ ഇതാ കണ്ടു, ഞങ്ങൾ കണ്ടു, ഇതാ അവരങ്ങോട്ടോടി ഇങ്ങോട്ടോടി. ഇന്നേ വരെ അവരൊരു വീഡിയോ പുറത്തു വിട്ടിട്ടില്ല. കാരണം അങ്ങനെ തെളിവില്ല. ഇതെല്ലാം ഇവരുണ്ടാക്കുന്ന കഥകളാണ്. ഇവരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നേരത്തെ പ്ലാൻ ചെയ്ത് പറഞ്ഞ് ഉണ്ടാക്കുന്ന ഉടായ്പ കഥകളാണ്.
ഇതിൽ മെഹനാസ് എന്ന് പറയുന്ന ലോക കള്ളനാണ്. കാരണം ആ റിഫ എന്ന് പറയുന്ന പെൺകുട്ടി മരിച്ചു, സ്വന്തം ഭാര്യ മരിച്ചു കിടക്കുന്ന സമയത്ത് ലൈവ് ഇട്ട് കരഞ്ഞുകൊണ്ടിരുന്നവനാണ്. ആർക്കെങ്കിലും അത് പറ്റൂടാ? അന്നും അത് വെച്ചിട്ട് ഓഡിയൻസിനെ പിടിച്ചിട്ട് നാട്ടുകാരുടെ സഹതാപം പിടിച്ചു പറ്റാൻ വേണ്ടി നോക്കിയൊരു പുന്നാര മോനാണ് അവൻ. ആ പെൺകുട്ടിയുടെ മരണത്തിൽ ഇന്നും ദുരൂഹതയാണ്, കണ്ടുപിടിച്ചിട്ടില്ല, കണ്ടുപിടിക്കത്തില്ല. അങ്ങനെ കുറേ ദുരൂഹതകളുണ്ട്. ഇതെല്ലാം ഉടായ്പ കേസുകളാണ്. ഇവൻ ലഹരിക്ക് അടിമയാണെന്നുള്ള കാര്യം അടക്കം പബ്ലിക്കിലൊക്കെ ഖാദർ കരിപ്പൊടി പറയുന്നുണ്ട്. അതിനെയൊക്കെ പറ്റിയിട്ട് ഒന്ന് ആലോചിക്കുക. അല്ലാണ്ട് ഇവനെയൊക്കെ അന്ധമായിട്ട് വിശ്വസിച്ച് കുറെ പേര് സഫയുടെ സൈഡിലേക്കും, കുറെ പേര് മെഹനാസിന്റെ സൈഡിലേക്കും, കുറെ പേര് ലല്ലൂംബിയുടെ സൈഡിലേക്കും, കുറെ പേര് വസ്മിനയുടെ സൈഡിലേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ചേരി തിരിഞ്ഞ് നാട്ടുകാർ ഇവരെയൊക്കെ കൂടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിഞ്ഞ് അടിക്കുമ്പോൾ ആലോചിക്കേണ്ടത് ഇവരെല്ലാവരും ഒരുമിച്ച് പ്ലാൻ ചെയ്തിട്ട് നാട്ടുകാരെ പറ്റിച്ചും കൊണ്ടുള്ള ഉഡായ്പ പരിപാടിയാണ്. പൈസയ്ക്ക് വേണ്ടിയിട്ടും ഇതുവഴി ഫെയിം ഉണ്ടാക്കി, റീച്ച് ഉണ്ടാക്കി, കുറെ കൂടി ഇതാക്കി ഇപ്പൊ പ്രജീഷായിട്ട് സഫയായിട്ട് ഒരു റീൽ എടുക്കുന്നുണ്ടോ? ഇതെല്ലാം ഇതിന്റെ കളിയാണ് ഇവരുടെ. അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം നിനക്കൊക്കെ ഉണ്ടായപ്പോളാം ഈ ഓഡിയൻസ് എന്ന് പറഞ്ഞ് ഇരുന്ന് ഇവരുടെയൊക്കെ വീഡിയോ കുത്തിയിരുന്ന് കാണണം മൊണ്ണകളടുത്ത്. നമ്മളിപ്പോ പറയുമ്പോ പുച്ഛ, പിന്നെ മനസ്സിലാവും. അതിന് ഞാൻ കാരണം അവന്റെ വീട്ടുകാർ കാരണം തീരുമാനിക്കാൻ അവനല്ലേ, അവൻ ക്യാഷ് കൊടുത്തിട്ടില്ല വണ്ടി എടുത്തേക്കണേ. അങ്ങനെ ആയിട്ടുള്ള ഒരു ബന്ധം അല്ലാതെ വേറെ ഒരു തരത്തിലുള്ള ഒരു ബന്ധമില്ല. പിന്നെ കേസിന്റെ ഭാഗമായിട്ട് ഞാൻ വിളിച്ചിട്ടുണ്ട്, കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. അല്ലാതെ എനിക്ക് സഫ എപ്പോഴെങ്കിലും ലല്ലുവിനെ കോൺടാക്ട് ചെയ്യാനായിട്ട് അല്ലാണ്ട് എന്തെങ്കിലും മെസ്സേജ് ഒക്കെ അയക്കാനായിട്ട് അങ്ങനെയൊക്കെ ശ്രമിച്ചിട്ടുണ്ടോ? സഫ കോൺടാക്ട് ചെയ്തായിരുന്നു. കോൺടാക്ട് ചെയ്യാനുള്ള റീസൺ എന്ന് വെച്ചാൽ ഞാൻ കുറച്ച് മുൻപ് പറഞ്ഞായിരുന്നില്ലേ, ഫസ്മിന ഇവളെ കൊണ്ട് ഫ്ലാറ്റ് ചെയ്തിട്ട് മെസ്സേജ് അയപ്പിച്ചിരുന്നു. അങ്ങനെ ഞാൻ അതിന് റെസ്പോണ്ട് ചെയ്തിട്ടില്ല. ഞാൻ അന്ന് തന്നെ അവളെ ബ്ലോക്ക് ചെയ്തായിരുന്നു. അപ്പൊ അതിന്റെ സ്ക്രീൻഷോട്ട്, അവൾ പറഞ്ഞതിന്റെ സ്ക്രീൻഷോട്ട് എനിക്ക് വിട്ടരാന്ന് പറഞ്ഞായിരുന്നു. അങ്ങനെ ആ സ്ക്രീൻഷോട്ട് വിട്ടരാൻ വേണ്ടി ഞാൻ അങ്ങോട്ട് ഒരു മെസ്സേജ് അയച്ചു, സ്ക്രീൻഷോട്ട് വിട്ടു വെച്ചിട്ട് പിന്നെ എന്നെ ഇങ്ങോട്ട് കോൺടാക്ട് ചെയ്തിട്ട് എന്നോട് പറഞ്ഞു എന്റെ ഇൻസ്റ്റ മെഹനാസ് ഹാക്ക് ചെയ്തു, മെഹനാസിന്റെ കയ്യിലാണ് ഇപ്പോൾ ഉള്ളത്, അപ്പൊ എനിക്ക് അതിൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, എടുക്കാൻ പറ്റത്തില്ല. അപ്പൊ ഞാൻ ആ കുഴപ്പമില്ല ശരിയെന്ന് പറഞ്ഞിട്ട് അന്നോട് നിർത്തി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ സംഭവം ഈ പ്രശ്നം ഉണ്ടായിട്ട് ഈ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കുമ്പോഴാണ് പിന്നെ അവൾ കോൺടാക്ട് ചെയ്യുന്നത്. പിന്നെ ആ ഗ്യാപ്പിൽ പിന്നെ അവൾ കോൺടാക്ട് ചെയ്യാൻ ഒന്നും ഞാൻ പോയിട്ടില്ല. അതായത് ഫെബ്രുവരി 16 ഇവൻ സ്ഥാപിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന് സഫയുമായിട്ടൊരു ബന്ധമില്ല എന്നുള്ള രീതിയിൽ ഇവൻ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ ഫസ്മിന പറയുന്നു ഇവനും അവളും തമ്മിൽ അഭിഹിതമാണെന്ന്. എന്നാൽ മെഹനാസ് പറയുന്നു ഇവനും അവളും അഭിഹിതമാണ്, അതിനോടൊപ്പം അവന്റെ ജഡ്ഡിയും അവളുടെ ജഡ്ഡിയും കിട്ടി എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടും എടുത്ത് കാണിക്കുന്നുണ്ട്. ഇത് മനസ്സിലായേ? നിങ്ങൾ മനസ്സിലായേ? ഇത് പ്ലാൻഡാ, എല്ലാവരും കൂടി ചേർന്നുള്ള പ്ലാനാ. ആ പ്ലാനാണ് ഇങ്ങനെ എക്സിക്യൂട്ടീവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് സാമാന്യ ബോധം വെച്ചൊന്നും ചിന്തിക്കാൻ പഠിക്കും. പ്രത്യേകിച്ച് ഈ ലല്ലു തന്നെ വിവി എടുത്ത് പറഞ്ഞൊരു കേസുണ്ട്, ഹസ്ബൻഡ് അപ്പുറത്തെ റൂമിൽ ഇരുന്നാണ് ആ വീഡിയോ ചെയ്യണത്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ചു, പ്ലാനിങ് അല്ലേ? എടാ ഇവർക്കൊക്കെ നാറിയാലും കുഴപ്പമില്ലാത്ത പൈസ ഉണ്ടാക്കി ലൈം ലൈറ്റ് പിടിച്ചിരുന്ന് ഫെയിം ആവണം. ഈ ഒരു സാധനം മാത്രമേ ഉള്ളൂ. ഒരു സമയത്ത് തൊപ്പി എന്ന് പറയുന്ന ഒരുത്തൻ അത്രയും ഫെയിമിൽ നിന്ന് അവന്റെ വാലയെ തൂങ്ങിയാണ് ഈ ഹസ്ബൻഡിനെ കയറി വരുന്നത്. ഞാൻ പറയാൻ നിങ്ങൾക്ക് അറിയാലോ, അങ്ങനെ കയറി വന്നൊരു വ്യക്തിയാണ്. എന്നിട്ട് അവനെ ഞാൻ പറയില്ല പോട്ട്. അങ്ങനെ അതിനുശേഷം ഈ ലല്ലൂഫിയെ കല്യാണം കഴിക്കുന്നു. എന്തിന്? സ്വന്തം കല്യാണ വീഡിയോയിൽ അന്ന് തന്നെ ഉടായ്പായിട്ടുള്ള ഗാംബ്ലിംഗ് സാധനം പ്രൊമോട്ട് ചെയ്ത് അതിന്റെ ഇടയിൽ കൂടി കല്യാണ വീഡിയോ കൂടി കയറ്റി വിട്ടിട്ടുണ്ട്. അങ്ങനെ ചെയ്തിട്ടുള്ള ഊളത്തനങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും മൂഞ്ചി തിരിഞ്ഞ് കമ്പിത്തിരിയായി ഇപ്പൊ ലല്ലൂമ്പി മറ്റവനായി, അവൻ പെണ്ണുപിടിയും ആ ഒരു സെറ്റപ്പിലോട്ട് കൊണ്ടാക്കി. ഓക്കെ, അവൻ നാറിയാണെങ്കിൽ അതിനേക്കാളും ഊളകളാണ് ഈ ഇരിക്കുന്നതെല്ലാം. അതാദ്യം മനസ്സിലാക്കുക. പിന്നെ മറ്റേ വേറൊരു പെണ്ണിന്റെ കേസിൽ, ലഹരി കേസിലൊക്കെ ഒരു സമയത്ത് ഒരു വിഷയമൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, അറിയാലോ? ഞാൻ പറയാൻ അറിയാലോ. അതുകൊണ്ട് ഇതെല്ലാം കണക്കാണ്, എല്ലാം കണക്കാണ്. ഒന്നിനൊന്നിനും വെച്ച് ഏതെടുത്താലും 916. സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട. എനിക്ക് ഈ പെണ്ണുങ്ങളെടുത്തും ബയലുകളെടുത്തും തന്നെയാണ് പറയാനുള്ളത്. നിന്റെയൊക്കെ ജീവിതം വെച്ചിട്ടാണ് നീക്ക് ഈ കോമാളിത്തനം കാണിച്ച് കളിക്കുന്നത്. പിന്നെ ഈ നാട്ടക്കേസ് പണം കൊണ്ട് മൂടാൻ പറ്റുമെന്ന് പറയുന്നത് പോലെ ചിലപ്പോൾ മൂടുമായിരിക്കും. അതുകൊണ്ടായിരിക്കും ഇങ്ങനെയൊക്കെ കാട്ടി കൂട്ടുന്നത്. അല്ലാണ്ട് എന്ത് പറയും? നമ്മൾ എന്തൊക്കെ ചെയ്താലും കുറച്ച് എത്തിക്സും കുറച്ച് ഇതും കാണിക്കണം. അല്ല നാട്ടുകാരെ പറ്റിച്ച് മൂഞ്ചിച്ചും കൊണ്ട് നീയൊക്കെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കിക്കൊണ്ട് കളിക്കുന്ന കളി അത് നാറിയ കളിയാണ്. പ്രത്യേകിച്ച് റിഫ കേസിൽ മെഹനാസിന് നല്ല പൂരത്തെറിവുകളുണ്ട്. അതുകൊണ്ട് മെഹനാസും സഫയും വേർപിരിഞ്ഞെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര റീച്ചിലോട്ട് പോകുന്ന സംഭവം തന്നെയാണ്. അത് അതുപോലെ തന്നെയാണ് മില്യൺ വ്യൂസിലോട്ടാണ് ആ സംഭവങ്ങൾ പോയിട്ടുള്ള ഇഷ്യൂസ്. അതിന്റെ ഇടയിൽ ഈ ലല്ലൂബിയെ പിടിച്ചിട്ടിട്ട് ഫസ്മിനെയും കൂടി കയറി കളിച്ച് ഇവർ ലൂപ്പ് ക്രിയേറ്റ് ചെയ്ത് ഇവർ തമ്മിൽ അടിയായി. ഇങ്ങനത്തെ സംഭവം അടിച്ച് ഉണ്ടാക്കിയതാ. അത് മനസ്സിലാക്കണം. വളരെയധികം പ്ലാൻഡ് ആയിട്ട് ഇവർ നാട്ടുകാരെ പറ്റിച്ച് പൈസ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് നിങ്ങളൊന്നും മനസ്സിലാക്കുക, ഈ വസുമയെ പോലെയുള്ളവള് ഗാംബ്ലിംഗ് അതും ഇതൊക്കെ പ്രൊമോട്ട് ചെയ്ത് നാട്ടുകാരെ മുഞ്ചിച്ചുകൊണ്ട് പൈസ ഉണ്ടാക്കിയ ടീംസാണ്. ഏതൊക്കെ തരത്തിൽ നാട്ടുകാരെ മുഞ്ചിക്കാം, എങ്ങനെയൊക്കെ നാട്ടുകാരെ പറ്റിച്ച് പൈസ ഉണ്ടാക്കാമെന്ന് നല്ല പോലെ പ്ലാൻ ചെയ്ത് ചിന്തിച്ചിരുന്ന് ചെയ്യുന്ന ടീംസാണ്. അതും കൂടി ഒന്ന് മനസ്സിലാക്കുക. ആ ടൈമിലാണ് ഞാൻ അവര് കോൺടാക്ട് ചെയ്യണം, അല്ലാതെ ഞാൻ ഒരു കോൺടാക്ട്. ഇപ്പൊ ഈ ഇതിന്റെയൊക്കെ താഴെ ഇവർ ഇടുന്ന വീഡിയോസിന്റെ ഒക്കെ താഴെ വന്നിട്ട് കമന്റും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. സഫേനെയും ലല്ലുവിനെയും ആലുവ ഭാഗത്ത് വെച്ചിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് 3-4 പേര് കമന്റ് ഇടുന്നുണ്ടായിരുന്നു. സ്റ്റേഷൻ പരിധിയിൽ കണ്ടിട്ടുണ്ടോ? എല്ലാത്തെ നമ്മളെ വല്ല പാർക്കിലോ എല്ലാം വല്ല ബീച്ചിലോ എല്ലാം ഞങ്ങൾ രണ്ടാൾ ഒരുമിച്ച് നടക്കണം, ഞങ്ങൾ 2 പേര് മാത്രം ഒരുമിച്ച് നടക്കുന്ന വീഡിയോ അങ്ങനെ എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ പറയാം. ഈ വീഡിയോന്റെ അടിയിൽ തന്നെ കമന്റ് ഇടാം ആർക്കാണെങ്കിലും. പക്ഷെ അത് കണ്ടിട്ടുണ്ടെന്ന് ഒരുപാട് പേര് കമന്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഈ ഫസ്മിനെയൊക്കെ തന്നെ പറയുന്നുണ്ട്. പക്ഷെ ഇന്നേ ഒരു തെളിവില്ല. നിന്റെ പിന്നാലെ ഓടി, നിന്റെ കൂടെ ഓടി, നിന്റെ ഒപ്പം ഓടി എന്നൊക്കെ പറയുന്നതല്ലാണ്ട് ഒന്നിനും തെളിവില്ല. അതെന്തുകൊണ്ടാണ്? നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന സാധനം ആയതുകൊണ്ടാണ്. അതായത് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഈ സഫയ്ക്ക് അഫീദം ലല്ലൂംഫി ആയിട്ട് ഉണ്ട് എന്ന് പറഞ്ഞ് ഫസ്മിന വാദിക്കും. എന്നാൽ അതിന്റെ നിന്റെ പിന്നാലെ വന്നു, നീ ഓടുന്നത് കണ്ടു, നീ ചാടുന്നത് കണ്ടു എന്ന് അവർ പറയുന്നതല്ലാണ്ട് തെളിവ് ഇടത്തില്ല. അങ്ങനെ ഈ സാധനം കുറെ ദിവസം ഇവിടെ ഇട്ട് അടിക്കും, സോഷ്യൽ മീഡിയയിൽ ഇട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചതിന് ശേഷം നൈസായിട്ട് കുറച്ച് ദിവസം ആൾക്കാർ മടുക്കുമ്പോൾ വ്യൂഷിപ്പ് പറയുമ്പോൾ ഇറങ്ങി അങ്ങ് പോകും. എന്നിട്ട് ഈ ഉണ്ടാക്കിയ ഫെയിം, ഈ ഉണ്ടാക്കിയ റീച്ചും വെച്ചിട്ട് നിങ്ങൾ അടുത്ത് ചെയ്യുന്ന എന്താ, റീൽസ്, ആൽബം, ഷൂട്ട്, അത് ഇതൊക്കെ ചെയ്ത് പിന്നെ അങ്ങ് ജീവിക്കും. ഇപ്പൊ ഉണ്ടാക്കുന്ന കുറെ നാണംകെട്ട് ഉണ്ടാക്കിയ കുറെ പൈസയും കയ്യിൽ ബാക്കിയാണ്. ഇതാണ് സംഭവിക്കാൻ പോകുന്നത്. ഇതാണ് ഇവരുടെ പ്ലാൻ. ഇത് മനസ്സിലാക്കാൻ കുറച്ച് കോമൺ സെൻസ് ഉപയോഗിച്ചാൽ മാത്രം മതി. അത് മനസ്സിലാകാൻ സാധ്യത ബുദ്ധിയും വിവരമുള്ളവർക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും. അല്ലാണ്ട് ഇവർ പറയുന്നതൊക്കെ വിശ്വസിച്ച് അന്തമായിട്ടിരുന്ന് ഇവരുടെ നാടകത്തിന് കസേരയിട്ടിരുന്ന് കാണുന്ന കുറെ വിഡ്ഢികളുടെ അടുത്ത് എനിക്കൊന്നും പറയാനില്ല. ഞാൻ അവളെ സ്റ്റേഷന്റെ സൈഡിൽ നിന്നല്ലാതെ വേറെ ഒരു സ്ഥലത്ത് നിന്ന് അവളെ പ്രൈവറ്റ് ആയിട്ട് പോയിട്ട് മീറ്റ് ചെയ്യുക, ഇതിനെ സംബന്ധിച്ച് വേറെ പുറത്ത് പോയിട്ട് സംസാരിക്കുക കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ആകെ ഉണ്ടായിട്ടുള്ളത് ആലുവ സ്റ്റേഷനും ആലുവ വക്കീൽ ഓഫീസിന്റെ അവിടെ മാത്രം സംസാരിച്ചിട്ടുള്ളൂ. അല്ലാതെ നമ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും ചാറ്റ് ചെയ്യാം. എന്റെ പ്രൊഫൈൽ ഈ വീഡിയോക്ക് വേണ്ടി ഉണ്ടാക്കിയ സംഭവം എന്റെ പ്രൊഫൈൽ ബിസിനസ് വാട്സപ്പിൽ വെക്കും. അവളെ ഏതെങ്കിലും ഒരു കുട്ടിയുടെ പ്രൊഫൈൽ അവളെ മെയിൻ വാട്സപ്പിൽ നോക്കും. ഇത് അങ്ങോട്ട് ഇങ്ങോട്ട് അവളെ ചാറ്റ്. ആ ചാറ്റിന്റെ സ്ക്രീൻഷോട്ടിൽ ഏതെങ്കിലും ഒരു ഐഡി കാണിക്കുന്നുണ്ടോ, എന്റെ ഐഡി കാണിക്കുന്നുണ്ടോ, ഒന്നും ക്രോപ്പ് ചെയ്തിട്ട് അങ്ങനെ. അപ്പൊ ആൾക്കാർക്ക് കാണുമ്പോൾ സ്വാഭാവികമായിട്ട് വിശ്വസിച്ചു പോകും. അത് ലല്ലുവിന്റെ ചാറ്റ് അല്ല, എന്റെ ചാറ്റല്ല. ഈ ഫസ്റ്റിക്ക് കിട്ടുന്നത് എങ്ങനെ ഈ ചാറ്റിന്റെ ഇതൊക്കെ സ്ക്രീൻഷോട്ട് ഒക്കെ? അതെ, ഫസിക്ക് എങ്ങനെയാണ് ഈ ചാറ്റിന്റെ സ്ക്രീൻഷോട്ടുകൾ കിട്ടുന്നത്? ഇവര് തന്നെ പ്ലാൻ ചെയ്ത് ചെയ്യുന്ന പരിപാടി ആയതുകൊണ്ടാണ് ഫസിക്ക് ചാറ്റും അതും ഇതെല്ലാം കിട്ടുന്നത്. എല്ലാം പ്ലാനിങ്ങാ. അത്രയും ചിന്തിക്ക്. വിഡ്ഢികളാ ജനങ്ങള്. ഇവള് ക്യാഷ് കൊടുത്തിട്ട് കുറെ ആൾക്കാർ എന്നെ കൂടി ചാറ്റ് ചെയ്യും, എനിക്ക് മെസ്സേജ് അയപ്പിക്കും. അല്ലാതെ ഞാൻ ചാറ്റ് ചെയ്താണ്ട് അവൾക്ക് സ്ക്രീൻ റെക്കോർഡിൽ ഇട്ടെടുക്കില്ലല്ലോ. ആ കുട്ടികൾ ഇട്ടെടുക്കുന്ന എന്റെ തക്കിടുവാവേ, നീ നല്ല പിള്ള ചമയില്ല കേട്ടാ. നീ നല്ല പിള്ള ചമയരുത്. എടാ, നമ്മളും പയ്യന്മാര് തന്നെ. നമ്മളെ ആ രീതിയിൽ ചിന്തിക്കുക, ആ രീതിയിലൊക്കെ ചെയ്യുമെന്ന് നമുക്കും അറിയാം. അതുകൊണ്ട് നീ നല്ല പിള്ള പൂർണ്ണമായിട്ട് അങ്ങോട്ട് കളിക്കാൻ നിൽക്കരുത് കേട്ടോ. ഒയ്യോടാ, എന്താ മെഴുകല്. മെഴുകി മെഴുകി ഒഴുകി വാ കാറ്റേ മുന്നകളെ ഒരു കഥ പറയാം. നമുക്ക് നമ്മള് ഫസ്റ്റ് തന്നെ ഒരാൾ മെസ്സേജ് അയക്കുമ്പോൾ സെക്സ് മെസ്സേജ് ആരെങ്കിലും അയക്കും, അവർക്ക് ഓക്കെ അല്ല നമുക്ക് ഓക്കെ ആണെന്ന് നീ മാത്രം അയക്കുള്ളൂ. എന്ത് വിചാരിച്ചു ഞാൻ അങ്ങനത്തെ അയക്കണ ഒരാളാണെന്നല്ല എൻ്റെ അർത്ഥം. അവർക്ക് ഓക്കെയാണ്, നമുക്ക് ഓക്കെയാണ്, നമ്മൾ അയക്കും. ഓ, ഇതിന്റെ ഇടയിൽ ജിനൂസിന്റെ വീഡിയോ അറിയുന്നത് എന്തുപാടാ ഇവിടെ നടക്കുന്നത് എല്ലാം. ഓക്കെ, അവർക്ക് ഓക്കെയാണ്, നമുക്ക് ഓക്കെ ആണെങ്കിൽ നമ്മൾ അയക്കും എന്നാണ് ഇവനും പറഞ്ഞത്. അത് തന്നെയാണ് ഞാനും പറയുന്നത്. അവർക്ക് ഓക്കെയാണ്, നമുക്ക് ഓക്കെയാണ്, നമ്മൾ അയക്കും. എന്തെല്ലാം ചെയ്യണ്ട, അങ്ങനെയല്ലേ നിങ്ങൾ ചോദിക്കുന്നത്. ഇതെല്ലാം ഉടായിപ്പ, മൊത്തം ഉടായിപ്പ. ഇനിയിപ്പോ അപ്പുറത്ത് അവള് വീഡിയോ ഇടും. അവള് 20 മണിക്കൂർ തന്നെ ഇട്ടിട്ടുണ്ടല്ലോ. സഫ ലെവലിൽ ഒരുമിച്ചായിരുന്നു ഇത്രയും നാൾ കേസിന്റെ സത്യാവസ്ഥ. തള്ളി മറിച്ച് നാട്ടുകാരെ പറ്റിച്ച് മൂഞ്ചിച്ച് ജീവിക്കാൻ തൊലിക്കെട്ടി അപാരം പ്രശ്നമായി. സൂസൈഡ് ചെയ്ത ഫസ്റ്റ് സംഭവം എന്ത് ബന്ധമുണ്ട്, അത് പൊക്കിയിട്ട് സൂസൈഡ് ചെയ്താണ് അന്ന് പറഞ്ഞിരുന്നത്. ഇപ്പൊ രണ്ടാമത്തെ ഇതാണ് കോളേജിലെ ഹോസ്പിറ്റലിൽ. ഇതിലൂടെ ഇനിയിപ്പോ ഹോസ്പിറ്റലിലൊക്കെ വിളിച്ച കഥകളൊക്കെ അവൻ കാണിക്കും. ചുമ്മാ എന്തിന് നാട്ടുകാരെ പറ്റിക്കാനായിട്ട്. ഞാൻ ഇതിന്റെ കമന്റ് ബോക്സ് നോക്കട്ടെ. ഏതോ കൂടിയ ഇനം ഇമ്പോർട്ടന്റ് തൊലിക്കെട്ടി ആണെന്ന് തോന്നുന്നു. അതെ, കറക്റ്റാ. രണ്ടുപേരുടെ സ്ക്രിപ്റ്റ് പാളി പോയടാ. സഫ നേരെ പഠിപ്പിച്ചു കൊടുക്കണ്ടേ? അതെ, ഇത് രണ്ടുപേരുടെ അല്ലേ, എല്ലാവരുടെ സ്ക്രിപ്റ്റും പാളിപ്പോയി. അതാണ് സത്യം. ഷെയിം ഓൺ മീഡിയ ഇന്റർവ്യൂയിങ് സമ്മൺ ഹൂ ഹാവ് ഇൻ ജയിൽ. അതും അങ്ങനെ മീഡിയ. ഇവൻ പറയുന്നത് എന്ത് കേട്ടാലും തന്നെ മനസ്സിലാവും നുണയാണെന്ന്. എന്തിനാടാ ഇന്റർവ്യൂ കൊടുത്ത് വീണ്ടും നാണം കെടുന്നത്? ഫസ്മിന ഈസ് റൈറ്റ്. എന്റെ മോനെ, ഫസ്മിനെയൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നടക്കുന്ന ഉടായിപ്പോളെ. ഇനി നീ ഒരു സത്യവും പറയണ്ട, എല്ലാം ഫസ്മിന തൂക്കി. എടാ, ഞാനൊരു കാര്യം പറയാം. ഇതെല്ലാം ഇവരുടെയൊക്കെ കളികളാണ്. ഫസ്മിന ആയാലും കണക്ക്, ലല്ലുംബി ആയാലും കണക്ക്, എല്ലാവരും ആയാലും കണക്ക്. അതാദ്യം മനസ്സിലാക്കുക. ജനങ്ങളെ വിഡ്ഢികളായിക്കൊണ്ട് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടും കൊണ്ട് കളിക്കുന്ന യഥാർത്ഥ കുറുക്കന്മാരാണ് ഇവര്. കുറുക്കനെ കറക്കണ കിളിയല്ലേ, കിളികളെ കറക്കണ കുറുക്കനല്ലേ, കേട്ടിട്ടില്ലേ? അതുപോലെ ഒരു കിളിക്കുറുക്കൻ കറക്കൻ പരിപാടിയാണ് ഇവർ കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഇടയിൽ ഓഡിയൻസ് ആയിട്ടുള്ള കുറെ ആൾക്കാരാണ് വിഡ്ഢികളായിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളടുത്ത് എനിക്കൊന്നും പറയാനില്ല. ഇത് വെറും കോമഡി ആയിട്ടിരുന്ന് കാണുക. സീരിയസ് ആയിട്ട് കാണേണ്ട ഒരു വകുപ്പേ അല്ല. സത്യം ഉള്ള കാര്യം പറയാം. ഇതൊന്നും സീരിയസ് ആയിട്ട് കണ്ട് നിങ്ങളുടെ സീരിയസ് ആയിട്ടുള്ള സമയം മെനക്കെടുത്തരുത്. കാരണം ഒരു കാര്യമില്ല. ദിസ് ഈസ് നോട്ട് എ സീരിയസ് മാറ്റർ. ഇത് വെറും ഊളത്തനങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ഊളത്തനത്തിൽ ഭാഗമാകാൻ കഴിയുന്നതിൽ ലജ്ജിക്കൂ. കൂടുതലൊന്നും പറയാനില്ല. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഇതിനെ പറ്റിയിട്ട് പറയാനുണ്ടോ? അതാ ഇവർ പറയുന്നത് അയ്യോ അവർ സഫ പറഞ്ഞ കറക്റ്റാണ്, ലല്ലുംബി പറഞ്ഞ കറക്റ്റാണ്, ഫസ്മിന പറഞ്ഞ കറക്റ്റാണ്, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ടീംസ് ഉണ്ടെങ്കിൽ അവിടെ കുനിഞ്ഞിരുന്നോ. എനിക്ക് വേറെ ഒന്നും പറയാനില്ല. പുതിയ വീഡിയോ ആയിട്ടാണോ. ബൈ.